ട്വിൻസ് ആണെന്ന് കേട്ടപ്പോൾ ആദ്യം ഒരു നിർവികാര്യതയാണ് തോന്നിയത്. പേടിക്കണോ സന്തോഷിക്കണോ എന്നറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അബോർഷൻ ഹിസ്റ്ററിയും ഫൈബ്രോയിഡും എൻഡോമെട്രിയൽ സിസ്റ്റും ട്വിൻസും അങ്ങനെ മൊത്തത്തിൽ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി. കൂട്ടത്തിൽ ഡോക്ടറുടെ വാർണിംഗ്സും. റെസ്റ്റ് വേണം, സ്ട്രെസ് എടുക്കരുത്, നന്നായി ശ്രദ്ധിക്കണം, അങ്ങനെ കുറെ. എല്ലാം കൂടി ആലോചിച്ച് ആകെ കിളി പോയി. ഞങ്ങളുടെ ഫ്ളാറ്റിന്റെ അടുക്കളയിൽ ഞാൻ തളർന്നിരിക്കുമ്പോൾ ഷീ വന്ന് എന്നോട് പറഞ്ഞു, എടോ, എനിക്ക് തോന്നുന്നു ഇത് രണ്ട് പെൺകുട്ടികളാണെന്ന്. ഞാനാകെ വണ്ടടിച്ചു പോയി. ഇവൻ ഡോക്ടർ പറഞ്ഞതൊന്നും കേട്ടില്ലേ? അല്ലേലും പേടിക്കാനും വേണമല്ലോ ഒരു ബുദ്ധി. ആ ബുദ്ധി അവൻ ഇല്ലായിരിക്കും. അങ്ങനെ പൂമ്പാറ്റ കുത്തിക്കൊടുക്കാൻ ഒരു പെൺകുട്ടിയെങ്കിലും ഉണ്ടാവാൻ ആഗ്രഹിച്ച അച്ഛന് രണ്ടുപേരെ കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയായി. ബൈ ദ ബൈ, ഞങ്ങളുടെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇവരുടെ മണ്ടയിൽ ഒരു കുത്തമ്പിനാറ് പണിയാനുള്ള പൂതി ഞങ്ങൾക്കുണ്ടേലും തലയിൽ മുടിയില്ലാത്തതുകൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കി കഴിയുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോവിങ്സ് എന്ന പേജിൽ നിന്ന് ഈ ബോകളെല്ലാം കിട്ടുന്നത്. സംഭവം നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇവരുടെ ഓണം കളക്ഷൻസ്, ഹെയർ ആക്സസറീസ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഓണത്തിന് പട്ടുപാവാട ഇടുമ്പോൾ ഇതെല്ലാം വെച്ച് ഞങ്ങളൊരു പൊളി പൊളിക്കുന്നുണ്ട്. സാധാരണ തലയിൽ എന്ത് വെച്ചാലും ഊരി എറിയാറുണ്ട്. പക്ഷേ ബോവിങ്സിന്റെ ബോ എല്ലാം വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് അത് തലയിലിരിക്കുന്നത് നമ്മുടെ താരങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ഊരി എറിയാറില്ല. ഇവര് കസ്റ്റമൈസ് ചെയ്ത് തന്ന ബോയിൽ പേരുള്ളത് കൊണ്ട് എവയെ എസയും തിരിച്ചറിയാൻ പ്രത്യേകിച്ചൊരു തിരിച്ചറിയ പരേഡിന്റെ ആവശ്യവും ഇല്ല. ഇഷ്ടമായെങ്കിൽ പേജ് മറക്കണ്ട, ബോവിങ്സ്.